സംസ്ഥാനത്തെ ഡ്രൈ ഡേ മാറ്റണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിലാണ് നിർദ്ദേശം. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാല തുറന്നാൽ വരുമാനം വർദ്ധിക്കുമെന്ന് കണ്ടെത്തൽ. 15,000 കോടി രൂപയുടെ വരുമാന വർധനവ് ഉണ്ടാകുമെന്നും വിലയിരുത്തൽ. സംസ്ഥാനത്തെ മദ്യശാലകളിൽ 1-ാം തീയതി നൽകി വരാറുള്ള ഡ്രൈ ഡേ പിൻവലിക്കാനാണ് തീരുമാനമായത്. ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം LDFുമായി കൂടിയാലോചിച്ച് സർക്കാർ മുന്നോട്ട് പോകും. ഒരു വർഷം 12 ദിവസം ഡ്രൈ ഡേയിലൂടെ നഷ്ടപ്പെടുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട വരുമാനവും കുറയുന്നു. ഡ്രൈ ഡേ പിൻവലിക്കുന്നതിലൂടെ 15,000 കോടി രൂപയുടെ അധിക വരുമാനം നേടാനാകും. വിനോദസഞ്ചാര മേഖലകളിലും സാമ്പത്തിക കുതിപ്പുണ്ടാകും. മദ്യത്തിന്റെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ആലോചിക്കുന്നുണ്ട്. ഇതിനു പുറമെ നികുതി വർധനവിനായി ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ലേലത്തിന് നൽകാനും മൈക്രോ വൈനറികൾ ആരംഭിക്കുവാനും പരിഗണനയിലുണ്ട്. ബാർ ഉടമകളുടെ ആവശ്യപ്രകാരം മുൻ വർഷങ്ങളിൽ ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ജനം, തിരുവനന്തപുരം.